ഇതിലുള്ള സംവിധാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കടയിലൊക്കെ മിഠായി നിറച്ചു വെക്കുന്ന ഒരു ഭരണിയാണ്, ഒരു ചെറിയ പാത്രമാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇവിടെ സാധാ ഒരു കാടപ്പാത്രം കടയിൽ നിന്ന് വാങ്ങുന്ന വെള്ളത്തിന്റെ പാത്രം വാങ്ങിച്ച് ഇവിടെ അതുപോലെ ഇങ്ങനെ രണ്ട് ഹോൾസ് കാണാം. അങ്ങനെ ഇതിന്റെ ഒരു ടോപ്പ് പോലെ ഉണ്ടാവും. അതിന്റെ കയ്യിൽ നിന്ന് ഇവിടെ നഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഇത് കുറച്ച് പഴക്കമുള്ളതാണ്. മുമ്പ് ഞാൻ ഒരു 4 വർഷം മുന്നേ കാട വളർത്തുന്നതാണ്. അതിന് പകരം ഞാനിവിടെ പ്ലേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു മിഠായിയുടെ പാത്രം ഉപയോഗിച്ചിട്ട് ഇതിന് സൈഡിൽ 2 ഹോൾസ് കൊടുക്കുക അല്ലെ. അതേപോലെ തന്നെ അതിലുള്ളതുപോലെ 2 ഹോൾസ് ഇവിടെ കൊടുത്താൽ മതി. 2 സൈഡിൽ ഞാൻ ഇവിടെ ഓരോ ഹോൾസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലുള്ള പഴയ പാത്രങ്ങളോ മറ്റുപയോഗിച്ച് ഇതുപോലെ ചെയ്യാവുന്നതാണ്. വെള്ളം നിറച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ വെള്ളം ഈ ഹൈറ്റിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഹോൾസൽ ഹൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് വെള്ളം നിൽക്കുകയും പിന്നീട് കടകൾ വെള്ളം കുടിക്കുന്ന വഴി അതുപോലെ വെള്ളം ഇറങ്ങുകയും ചെയ്യും. രണ്ടും ഒരേ സംവിധാനമാണ്. പക്ഷെ അത് കടയിൽ നിന്ന് വാങ്ങുമ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതും രണ്ടും മാറ്റമുണ്ട് അല്ലെ. നമ്മൾ ഉണ്ടാക്കുന്നതിന് കൂടുതൽ വെള്ളം കൊള്ളും. അതുകൊണ്ട് രാവിലെ വെള്ളമാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് തുടക്കക്കാരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അതായത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ. അതുപോലെ ഞാൻ പാത്രത്തിൽ ഇപ്പം വെള്ളം നിറച്ചു കഴിഞ്ഞു നിങ്ങൾ കാണാവുന്നതാണ് അല്ലെ. വെള്ളം ഏകദേശം എത്രത്തോളം വെള്ളം ഉണ്ട്. താഴെ ഞാനൊരു വീട്ടിലെ ഉപയോഗശൂന്യമായിട്ടൊരു പ്ലേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ റോഡിന് മുകളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് വരുന്ന ചണ്ടിയുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. കൂടുതൽ വെള്ളം ഇതിൽ കൊള്ളുന്നതാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാത്രത്തിനേക്കാളും കൂടുതൽ വെള്ളം ഇതിൽ നമുക്ക് കൊള്ളാൻ സാധിക്കും.